Hello dear students, welcome to the next video of standard 10. In the last video we discussed about the multiple reflection and a number of the images formed during multiple reflection. Okay, this is the equation for the finding the number of images when the two mirrors is set up with an angle theta. That means the distance, the angle between these two images is represented as theta. Okay, then what are the number of images n is formed when we place the two mirrors like this. Okay, then here what is its angle? Angle is 90. Once again I repeating how to calculate the number of images formed when the when the mirror is placed in 90 degree. This 90 degree is substituted in this equation. So 360 divided by 90 we get as 4. 4 minus 1 we get 3. So number of the images formed when two images set up with an angle 90 degree is 3. Okay, this is how we can calculate the number of images formed between the mirrors. Okay, then next we are going to discuss about the field of view of mirrors and the nature of images. Okay, അപ്പോൾ നമ്മൾ പ്ലെയിൻ മിററിനെ പറ്റി മാത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ. That means the mirror which is used to see our image. അത് നമ്മൾ വീട്ടിൽ നോക്കുന്ന സാധാ നമ്മുടെ ഇമേജ് നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന മിററാണ് ഇത് പ്ലെയിൻ മിറർ. അതിൻ്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സെയിം സൈസ് വിച്ച് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇറക്റ്റ് മീൻസ് സ്ട്രെയിറ്റ് ആയിരിക്കും. Then virtual means the image is formed behind the plane mirror and the distance between the object and the distance between the image is same. Okay, these are the characteristics of a image formed by a plane mirror. Then next there is two different types of mirrors, that is convex mirror and a concave mirror. Okay, convex mirror എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇമേജസ് എപ്പോഴും അവിടെ ഡിമിനിഷ്ഡ് ആയിരിക്കും കിട്ടുക. ചെറിയ ഇമേജസ് കിട്ടാനായിട്ടായിരിക്കും നമ്മൾ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുക. നമ്മുടെ കാറിൻ്റെ സൈഡ് മിറേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? കോൺവെക്സ് മിറേഴ്സാണ്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത് ലാർജ് ഇമേജസ് കിട്ടാനാണ്. അതായത് ഷേവിങ് മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. കോൺകേവ് മിറേഴ്സ് ഷേവിങ് മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ മുഖത്തത്തെ പാടുകളും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യും. പിന്നെ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ ജ്വല്ലറി ഷോപ്സിലൊക്കെ കോൺകേവ് മിറേഴ്സാണ് യൂസ് ചെയ്യുക ടു ഗെറ്റ് ദ ലാർജ് ഇമേജസ്. And it also get the small images at the different positions. Okay, now let us discuss what is concave and a convex mirror. Okay, now look at these two images. This is concave mirror and this is convex mirror. Concave and convex. Concave means ഉള്ളിൽ ആയിരിക്കും ഇതിൻ്റെ ഇമേജ് നമുക്ക് നോക്കാനായിട്ട് പറ്റാം. കോൺകേവ്, കേവ് എന്ന് പറയുമ്പോൾ ഉൾഭാഗം, അങ്ങനെ ആലോചിക്കുക കോൺകേവ്. ദെൻ കോൺവെക്സ് മീൻസ് അതിൻ്റെ പുറഭാഗത്താണ് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനിലായിരിക്കും റഫ് സർഫേസ്. കാണാൻ പറ്റില്ല ഇവിടെ മിറർ ഇമേജ് കാണാൻ പറ്റില്ല ഈ ഭാഗത്ത്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. വെൻ ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം this position it is reflected to the same medium. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോർഷനാണ് ഏത് അതിൻ്റെ ഇങ്ങനെ പുറഭാഗത്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കോൺവെക്സ് ആയിരിക്കും. ഇനി ഉൾഭാഗത്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് concave ആയിരിക്കും. Okay, reflecting surface, when the reflecting surface is inside this curvature, that is concave, and when the reflecting surface is outside the curved surface, which is convex. Okay, then two important parts are C, center of curvature, and F, focus.
സി മീൻസ് നമ്മളിപ്പോൾ ഈ കർവ്ഡ് സർഫേസ് ഒരു ഫുൾ സർക്കിളാക്കി വരയ്ക്കുകയാണെങ്കിൽ അതിനൊരു സെൻറ്റർ പോർഷൻ ഉണ്ടായിരിക്കും. ആ സെൻറ്റർ പോർഷനാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ സി എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ എഫ് ഈസ് ദ ഹാഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് കർവേച്ചർ ആൻഡ് ദിസ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? പോയിൻ്റ് സി വിച്ച് ഈസ് ഈക്വൽ ടു സെൻറ്റർ ഓഫ് കർവേച്ചർ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോക്കസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ രണ്ട് പോയിൻ്റാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സി സെൻറ്റർ ഓഫ് കർവേച്ചർ, എഫ് ഫോക്കസ്. അപ്പോൾ സി എന്ന് പറയുന്നത് നമ്മൾ ഈ കർവ്ഡ് സർഫേസ് ഫുള്ളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മിഡിൽ പോർഷനാണ് സി, അല്ല അതിൻ്റെ സെൻറ്റർ പോർഷനാണ് സി. ഇനി സിയും കർവ്ഡ് സർഫേസിൻ്റെയും മിഡിൽ പോർഷനാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോൺവെക്സ് മിററിനും ഉണ്ടാവും ഇത് സിയും എഫും. ഇത് ഫുള്ളായിട്ട് കർവ്ഡ് സർഫേസ് വരയ്ക്കുമ്പോൾ ഒരു സിയും ഉണ്ടാവും, ഒരു എഫും ഉണ്ടായിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ പാർട്സിനെ പറ്റി നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. പാർട്സ് ആൻഡ് ഇമേജ് ഫോർമേഷൻ, ഇമേജ് സൈസ്, ഇതൊക്കെ നോക്കാം. ഫസ്റ്റ് മിററാണ് പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൻ്റെ നേച്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇമേജ് ഈസ് ബിഹൈൻഡ് ദ മിറർ. ബിഹൈൻഡ് ദ മിറർ എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് വെർച്വൽ ആയിരിക്കും. ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ മിറർ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ മിറർ ആർ ഈക്വൽ. ഓക്കെ, ദെൻ ദ ഇമേജ് ഈസ് വെർച്വൽ. ഇമേജ് വെർച്വലാണ്, കാരണം മിററിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇറക്റ്റ് ആൻഡ് ഈസ് ഓഫ് ദ സെയിം സൈസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് കോൺവെക്സ് മിറർ. ഓക്കെ, കോൺവെക്സ് മിററിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നോക്കാം. ഇമേജ് ഈസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ പോൾ ഓഫ് ദ മിറർ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പോളിൻ്റെയും പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെയും നടുക്കിലാണ് ഇമേജ് ഫോം ചെയ്യുക. വെർ ഈസ് പോൾ? പോൾ എന്ന് പറഞ്ഞാൽ ഈ കർവ്ഡ് സർഫേസിൻ്റെ ഈ സെൻറ്റർ പോർഷനാണ് പോള്, പി എന്ന് പറയുന്നത്. പി വിച്ച് ഈസ് ഈക്വൽ ടു പോൾ. ഓക്കെ, അപ്പോൾ പോളിൻ്റെയും പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എഫ് തന്നെ, അതിൻ്റെയും പോളിൻ്റെയും ഇടയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യും. ദെൻ ഇമേജ് ഈസ് ഡിമിനിഷ്ഡ്, ചെറുതായിരിക്കും, എപ്പോഴും വെർച്വലായിരിക്കും. വിച്ച് മീൻസ് ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ ആൻഡ് ഇറക്റ്റ്, സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരുപാട് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന, ഇമേജിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരൊറ്റ മിററുള്ളൂ കോൺകേവ് മിറർ. അതിൽ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ദൂരം ഒബ്ജക്റ്റ് ഒരുപാട് ദൂരത്തായിരിക്കുന്നതെന്ന്. അപ്പോൾ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക? അറ്റ് എഫിൽ ഇമേജ് ഫോം ചെയ്യും. സ്മോൾ ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ബിയോണ്ട് സി മീൻസ് ജസ്റ്റ് ബിഹൈൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇതാണ് സി പൊസിഷൻ, അതിൻ്റെ ജസ്റ്റ് ബിഹൈൻഡിൽ ഇവിടെ. ഓക്കെ, ഇവിടെ ആയിരിക്കും ഉണ്ടാവാം. ഇനി അറ്റ് സി എന്ന് പറഞ്ഞില്ലേ, ബിയോണ്ട് സിയുടെ ക്യാരക്ടർ ബിറ്റ്വീൻ സി ആൻഡ് എഫിലായിരിക്കും ഇമേജ് പിന്നെ ഫോം ചെയ്യാം. സ്മോൾ ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ്. ദെൻ അറ്റ് സി what is the nature? The image is also formed at C, same size, real and inverted. Then the object is next placed between C and F. Where does the image is formed? Beyond C. Size enlarged, real and inverted. And at F no image is formed. And between P and F the image formed behind the mirror, enlarged, erect and virtual. Okay, these are the characters of the image formed by a concave mirror. Write down these characters in your textbook and study very well. Okay, I hope you can understand what is the nature of the image formed in plane mirror, convex mirror and concave mirror. Then I am going to wind up my class. Thank you.